തിരുവാങ്കുളത്ത് നിന്ന് ഒരു ഉദ്ഘാടനത്തിന് പോയത്. പിന്നെ ഉദ്ഘാടനത്തിന് പോയി തിരുവാങ്കുളത്തല്ല, തലക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്ത്. തലക്കോട് അതെവിടെയാ സ്ഥലം? അത് മുളന്തുരുത്തി കിഴക്ക്. അവർ വിളിച്ചോണ്ട് പോയതാണ്. വിളിച്ചോണ്ട് പോയതാ. അപ്പൊ ഞാൻ പിന്നെ ക്ഷണിച്ച് ഗസ്റ്റാണ് ഞാൻ. അവിടെ ചെന്ന് ഓഫീസിലേക്ക് എന്നെ കൊണ്ട് ഇരുത്തി പ്രിൻസിപ്പൾ അവിടെ ഇരിക്കുന്നു. പുള്ളി എന്നെ നോക്കിയിട്ട്, കോളേജാണോ അത്? കോളേജല്ല, സ്കൂള്. അപ്പൊ എന്നെ വിശേഷം സ്കൂളില് അവിടുത്തെ ആനുവൽ ഡേ. അപ്പൊ അങ്ങനെ ഞാൻ കയറി പൈസ തന്നല്ലേ കൊണ്ടുവന്നേ? പൈസ തന്ന് പേയ്മെന്റ് ഒക്കെ പറഞ്ഞ് എല്ലാം സെറ്റ്. പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ വണ്ടിക്കാശാട്ടോ, ഡീസൽ അടിക്കാനുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ 50,000 60,000 അത് വാങ്ങിക്കാത്ത കുഴപ്പം. 5,000 രൂപ കവറിലിട്ട് ചുരുട്ടി മടക്കി നമ്മളത് നിവൃത്തി വരുമ്പോഴത്തേക്ക് നമ്മൾ എറണാകുളത്തും അവിടെ ആ പാകത്തിനെ തരുള്ളൂ. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോ പ്രിൻസിപ്പളിന്റെ റൂമിൽ പുള്ളി എന്നെ മുഖത്ത് നോക്കിയിട്ട് ആരാന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഉദ്ഘാടനം ചെയ്യാൻ വന്നു. എന്താ പരിപാടി? ഞാൻ സിനിമ അഭിനയിക്കണമെന്ന് പറഞ്ഞു. ഇതെല്ലാം പറഞ്ഞിട്ട് എന്നോട് ചോദിച്ചു ഏത് സിനിമയാണ്, ആദ്യത്തെ സിനിമ ഏതാണ്, രണ്ടാമത്തെ സിനിമ ഏതാണ്, എല്ലാം ചോദിച്ച് എല്ലാം മനസ്സിലാക്കിയിട്ട് വേദിയിൽ പോയി ഞങ്ങൾ സംസാരിക്കാൻ നിൽക്കുകയാണ്. പ്രിൻസിപ്പൾ കയറി ചെന്നിട്ട് സംസാരിക്കണം. പ്രിയമുള്ള എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ ആരാ കൊണ്ടുവന്നേക്കണമെന്ന് അറിയാമോ? പാഷാണൻ ഷാജിയുടെ വെള്ളിമൂങ്ങ എന്ന് പറഞ്ഞ സിനിമ ഞാൻ എത്ര വർഷം കണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞത് തന്നെ എല്ലാം പുള്ളി അങ്ങ് പറഞ്ഞു കഴിഞ്ഞിട്ട് അടുത്ത പ്രസംഗിക്കാൻ ഞാനാ. ഞാൻ പറഞ്ഞു, ഇത്രയും നേരം നിങ്ങളോട് സംസാരിച്ചത് നിങ്ങളുടെ പ്രിൻസിപ്പളാ, പറഞ്ഞ മൊത്തം നുണയെന്ന് പറഞ്ഞു. ഇത്ര നുണയനായിട്ടുള്ള പ്രിൻസിപ്പൾ പഠിപ്പിച്ച് നിങ്ങൾ എങ്ങനെ നന്നാവും മക്കളെ എന്ന് ചോദിച്ചു. നിങ്ങൾക്ക് പാട്ട് പാടണോ, ഡാൻസ് കളിക്കണം, എന്താ ചെയ്യേണ്ടത് അങ്ങൾ ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ പാട്ട് പാടാൻ പറഞ്ഞു. ഞാൻ പിള്ളേരോട് പാട്ടൊക്കെ പാടിയിട്ട് പറഞ്ഞു. അപ്പൊ എല്ലാവർക്കും നമസ്കാരം, ഞാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ ഒരു മിസ് അവിടെ നിന്നിട്ട് പോലെ മൊമെന്റോ. ഞാൻ പറഞ്ഞ സാറിന് കൂടെ തേക്കാൻ പറഞ്ഞിട്ട് ഞാൻ പോകുന്നു. അപ്പൊ എന്നെ വിളിച്ചത് എന്റെ ഫ്രണ്ട്, അവള് ടീച്ചർ അവിടുത്തെ. ഞാൻ പ്രസംഗം തുടങ്ങുമ്പോ തൂണച്ചാരി ഇങ്ങനെ ഇരിക്കുന്നു. പ്രസംഗം തീർന്നപ്പോ തൂണിന്റെ താഴെ ഇരിക്കണം. അപ്പൊ അങ്ങനെ ചില അനുഭവങ്ങളുണ്ട്. പിന്നെ ഞാനൊരു കോളേജിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും എന്നോട് പറഞ്ഞ് അവിടെ ഇറക്കൂല, പാർട്ടിക്കാർ ഇറക്കൂല, ഓപ്പോസിറ്റ് പാർട്ടിക്കാർ ഇറക്കൂല എന്ന് പറഞ്ഞു. നമുക്ക് പാർട്ടി വല്ലതും ഉണ്ടോ? എനിക്ക് വ്യക്തമായിട്ട് പാർട്ടി ഉണ്ട്. പറയാവുന്നതാണോ? അന്നെന്താ പറയണേ എന്താ? അപ്പൊ ഞാൻ അങ്ങനെ ചെന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ബഹളം. ഓപ്പോസിറ്റ് യൂണിയൻ ഉദ്ഘാടനം ചെയ്യാൻ സമ്മതിക്കൂല, പാഷാണൻ ഷാജി തിരിച്ചു പോകുന്നൊക്കെ പറഞ്ഞ് ബഹളം. ഞാൻ പറഞ്ഞ എത്ര ഞാൻ വന്നല്ലേ, ഒന്ന് കയറിക്കോട്ടെ എന്നുണ്ട്. സ്റ്റേജിൽ കയറിയിട്ട് ഞാൻ അവിടെ നിന്ന് സംസാരിക്കും. എന്നെ ഒരു ഗ്യാപ്പ് കിട്ടുമ്പോ ഒരു പാഷാണൻ ഷാജി പൂന്ന് കൂവുണ്ട്. ആ കൂവല് ഞാൻ മൈക്കെടുത്ത് സംസാരിക്കാൻ തുടങ്ങിയപ്പോഴേ കൂവല് നിർത്തണല്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരു സെക്കൻഡ് എനിക്ക് സമയം തരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ഒരു സംഘടന പ്രവർത്തിക്കുന്ന ആളാ. ഞാൻ പഠിച്ച കാലം തൊട്ട് നിങ്ങളുടെ കൂടെയുള്ള സംഘടന, ഓപ്പോസിറ്റ് സംഘടന, ആ സംഘടനയിൽ പ്രവർത്തിച്ചു വന്ന ആളാണ്. അങ്ങനെ ഒരാള് ഈ ഒരു സംഘടന എന്നെ വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ വന്നത് ഞാൻ കലാകാരനായതുകൊണ്ടാണ്. അപ്പൊ നിങ്ങൾ ആ ഒരു മര്യാദ എനിക്ക് തന്നെ എന്ന് പറഞ്ഞു. അപ്പൊ ഓപ്പോസിറ്റ് ഭയങ്കര കൈഡി, അവരുടെ ആളാന്ന് പറഞ്ഞപ്പോ അങ്ങനെ സംസാരമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാം കഴിഞ്ഞാൽ നന്ദി പറഞ്ഞു കൂട്ടി പറഞ്ഞു. പിന്നെ ഞാൻ ആദ്യം ഒരു കാര്യം പറഞ്ഞില്ലേ, ഞാൻ നിങ്ങളുടെ സംഘടനയിൽ നിന്ന് വന്ന ആളാന്ന്. നുണ പറഞ്ഞതാ, ഞാൻ ഈ സംഘടനപ്പെട്ട ആളാന്ന് പറഞ്ഞു. അപ്പോഴും അവര് കൈ അടിച്ചിട്ട് ഇറങ്ങിപ്പോ ചേട്ടന്റെ പേര് പോലെ തന്നെ ചേട്ടൻ പാട്ടാടോ. അപ്പൊ അങ്ങനെ ചില സ്ഥലത്ത് ചെല്ലുമ്പോ നല്ല അനുഭവം, ചില സ്ഥലത്ത് ചെല്ലുമ്പോ ചീത്ത അനുഭവങ്ങളല്ല, അവർക്ക് ആ ഒരു പരിചയമില്ലായ്മയുടെ കുറവാ. ഓക്കെ, എല്ലാം സന്തോഷത്തോടെ സ്വീകരിക്കാം. വീണ വെള്ളിമൂങ്ങയില് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. ഷാജി അവരുടെ നായരുമായിരുന്നു അല്ലേ? വെള്ളിമൂങ്ങ എന്റെ ഫസ്റ്റ് മൂവിയാ. അപ്പൊ എനിക്ക് ലൊക്കേഷൻ ചെന്ന് വിട്ടു സിനിമയില് ഈ തട്ടിമുട്ടി കണ്ടിട്ട് വിളിച്ചതാ. മടൽ മനോരമ പ്രോഗ്രാം. മടൽ മനോരമ അതിനകത്ത് ലളിതാമ്മയുടെ മോളായിട്ട് ഞാൻ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. 10 വർഷം ഉണ്ടായിരുന്നത്. 10 വർഷം 10 വയസ്സ് പേരത്ത്. അപ്പൊ ആ പ്രോജക്ട് കണ്ടിട്ടാ എന്നെ വെള്ളിമൂങ്ങയിലേക്ക് വിളിക്കുന്നത്. അപ്പൊ ഞാൻ ലൊക്കേഷൻ ചെല്ലുമ്പോ ആദ്യമായിട്ട് ജിബു ചേട്ടന്റെ വൈഫ് ബോബി ചേച്ചിയാ. ആ കുഞ്ഞിനൊക്കെ അങ്ങനെ അവത്തം പറ്റൂ? സൂപ്പർ. പിന്നെ ജിബു ചേട്ടൻ ഇതിലെ സംഭവം എന്താണെന്നറിയാമോ? ആ പടത്തിന്റെ സ്ക്രിപ്റ്റ് വർക്ക് നടക്കുമ്പോഴൊക്കെ ഞാനും ഉണ്ട് അതിൽ ഹ്യൂമർ പോർഷൻ ചെയ്യാനായിട്ട്. പിന്നെ അത് ഫുള്ളായിട്ട് ഞാൻ ഹ്യൂമറൊക്കെ ഉണ്ട്. പിന്നെ ഉണ്ടായിരുന്നു അതില്. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ ഈ പേര് വന്നപ്പോ ആദ്യം വേണ്ടെന്ന് പറഞ്ഞ ഒരാള് ഞാനാ. ചേട്ടന് ഇഷ്ടമല്ലായിരുന്നു പറഞ്ഞല്ലേ? എനിക്ക് വീണനെ കാണുന്നതേ ദേഷ്യമായിരുന്നു. സത്യമാണത്. ഞാനും ചേട്ടനും തമ്മില് ചേട്ടനെ എനിക്ക് പരിചയമില്ല. ഞാൻ അവിടെ ലൊക്കേഷൻ നോക്കുമ്പോ ഇവനാണ് ഇവരോട് പറഞ്ഞത് ഇതാണ് വീണയുടെ. ഭരതനാട്യം തമ്മിലുള്ള ഒരു പരമ്പരാഗത ശത്രുതയുണ്ട്. ഞാൻ അവിടെ ലൊക്കേഷൻ കയറുമ്പോഴത്തേന് ഇതാണ് വീണയുടെ ഹസ്ബൻഡായിട്ട് അഭിനയിക്കുന്ന ആള്. നമസ്കാരം. ഇവളിപ്പോ ഇങ്ങനെ പറഞ്ഞില്ലേ, ഞാൻ സീനിൽ അഭിനയിച്ചിട്ട് ഇവളോട് പറഞ്ഞു ഓക്കെ എന്നാ കാണാത്തോണ്ട്. ഞാനും അങ്ങനെയായിരുന്നു. ഞങ്ങള് ഷോട്ടില് ഭയങ്കര സ്നേഹമായിട്ട് കുഴപ്പമില്ലാതെ അഭിനയിക്കുന്നത്. എന്തൊരു മരങ്ങോടനായിട്ടുള്ള ഒരുത്തന്നെ എനിക്ക് അങ്ങനെയൊക്കെ അതൊക്കെ പറഞ്ഞു. പിന്നെ ചേട്ടനാണെങ്കിൽ ഇവരെല്ലാരും ഭയങ്കര അല്ല അങ്ങനെ പാടില്ലല്ലോ, ആദ്യത്തെ സിനിമ നല്ല കുട്ടിയായിട്ടെ. അപ്പൊ ഇവരെല്ലാരും ഭയങ്കര കമ്പനി, ഞാൻ തന്നെ ഇരിക്കുക, എനിക്ക് വലിയ കമ്പനി പരിചയമൊന്നുമില്ല. പക്ഷെ ഷോട്ടിന്റെ സമയത്ത് എല്ലാം പറയുകയും സംസാരിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ എനിക്ക് ഈ ചേട്ടനെ ആ പ്രോജക്ട് തീരുന്നവരെ കാണരുതായിരുന്നേ. അന്ന് കണ്ട പ്രകടമായ കുറ്റം എന്തായിരുന്നു? ചാനലിൽ ഒരു പരിപാടിക്ക്, സൂര്യയിൽ എന്തോ ഒരു പരിപാടിക്ക്
മൈക്കൊക്കെ തട്ടിയത് ക്യാമറമാണൊക്കെ മാറാന്നൊക്കെ പറഞ്ഞു ഞാൻ എന്റെ അതൊക്കെ വൈഫ് അത് കണ്ടായിരുന്നല്ലേ? അത് അഭിനയത്തിലായിരുന്നു ഒറിജിനൽ? ഒറിജിനൽ അല്ല, അത് ഡ്യൂപ്ലിക്കേറ്റ് അല്ലായിരുന്നോ? അത് നീ സിനിമ ചെയ്താൽ നീ രക്ഷപ്പെട്ടനെ. അങ്ങനെ ഒരു സാധനം കിട്ടണ്ടേ? അഭിനയം നിങ്ങളോട് അഭിനയിക്കാനല്ല ആദ്യം അഭിനയം കിട്ടിയത്. കിട്ടും. പിന്നെ എങ്ങനെ ശരിയാവും അല്ലേ? ഇതുപോലെ വഴക്കായിരുന്നു അവിടെ. അവിടെ എന്നുവെച്ച് ആ സിനിമ കഴിഞ്ഞിട്ട് മറിയമുക്കിന്റെ ലൊക്കേഷൻ ഞങ്ങൾ ആ സിനിമ തീരാറായപ്പോ കമ്പനിയായി. പിന്നെ മറിയമുക്കിന്റെ ലൊക്കേഷൻ 17 ദിവസം ഫുൾ പോസ്റ്റ് ആയിരുന്നു ഞാനും ചേട്ടൻ. ഒരു 17 ദിവസം ആ ഒരു റൂമിൽ കൊണ്ടിരുത്തും. അത് കഴിഞ്ഞിട്ട് രാവിലെ കൊണ്ടിരുത്തിട്ട് വൈകുന്നേരം ആകുമ്പോൾ തിരിച്ചു. എനിക്കെതിരെ കേസ് നേരത്തെ വല്ലതുമായിരുന്നു അല്ല, പൊടിച്ചത്? എനിക്കെതിരെ രണ്ടല്ല കൊറേ നന്ദു ചേട്ടൻ തീരുമാനിച്ചത്. അപ്പൊ എന്റെ എതിരെ കേസ് വന്ന് ഞാൻ ആ വീട്ടിൽ നോക്കിയിരിക്കണം എല്ലാ ദിവസവും. ഇങ്ങനെ വന്ന് രാവിലെ വന്നിട്ട് ഇങ്ങനെ നോക്കിയിരിക്കും. പക്ഷേ 16 ദിവസം കൊണ്ട് ഞങ്ങൾ തമ്മിൽ ഭയങ്കര കമ്പനി. എല്ലാവരും ആ കമ്പനി ആയപ്പോ ഞാൻ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ ഷോസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്നോട് പറയണം എന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ ഒരു ഷോ ചെയ്തപ്പം ഞാൻ കുഴപ്പമില്ലാതെ പെർഫോം ചെയ്യുന്നു തോന്നിയുണ്ടായിരിക്കാം. അതൊന്നും കൊണ്ടല്ല, 2000 കൊടുത്താലും 300 കൊടുത്താലും വന്നോളൂ. അപ്പൊ അത് കാരണം കുഴപ്പമില്ല. സത്യമാണ്, ഓപ്പണായിട്ട് പറയാൻ പറ്റില്ലല്ലോ. അത് പക്ഷെ കറക്റ്റ് ഷാജി. അത് ഇനിയിപ്പോ പ്രോഗ്രാം പിടിക്കുമ്പോ ഇത്ര പേയ്മെന്റ് ഞാൻ പറഞ്ഞു ചേട്ടാ ഷോ പിടിക്കുമ്പോഴേ ജൂനിയർ ശ്രീവിദ്യ ആദ്യം അത് അനൗൺസ് ചെയ്യണം. ആ പേര് എന്റെ 7 അയലൊക്കെ തൊടിപ്പിക്കാൻ പറ്റില്ല. ഇതിൽ ഏതെങ്കിലും വേണം, ഒരു സ്ത്രീ വേണം, അല്ലെങ്കിൽ വിദ്യയെങ്കിലും വേണം. ഒന്നുമില്ലാതെ എങ്ങനെ ശ്രീവില്ല വിദ്യയല്ലേ? ഓക്കെ. അപ്പൊ ഈ വെള്ളിമുങ്ങലെ അനുഭവം എങ്ങനെയായിരുന്നു? ഫസ്റ്റ് സിനിമ അല്ലായിരുന്നു. അപ്പൊ എനിക്ക് നല്ല കുഴപ്പമില്ലായിരുന്നു. എല്ലാവർക്കും വലിയ ഇഷ്ടമായി. ഇപ്പോഴും നന്നായിട്ട് ചെയ്തു. വീണ നന്നായിട്ട് ചെയ്തു. ആദ്യം നമ്മൾ വേറെ ആർട്ടിസ്റ്റിനാണ് ഇങ്ങനെ പ്ലാൻ ചെയ്തത്. മഞ്ജു പിള്ളയായിരുന്നു. മഞ്ജുച്ചിക്ക് എന്തോ ഡേറ്റിന്റെ ഇഷ്യൂ വന്നുകൊണ്ടാണ് എനിക്ക് ആ ഭാഗ്യം കിട്ടിയത്. അതുകൊണ്ടാണ് സിനിമ ചെയ്യാൻ പറ്റുന്നത്. 2 ഓപ്ഷൻ ആയിരുന്നു. അതിൽ ഫസ്റ്റ് ഓപ്ഷൻ അവിടെ, സെക്കൻഡ് ഇവിടെ ആയിരുന്നു. പക്ഷേ കറക്റ്റ് ഓപ്ഷൻ ഇതായിരുന്നുള്ള കാര്യം പടം കഴിഞ്ഞപ്പോൾ മനസ്സിലായി. ആയിരുന്നല്ലേ? ഓപ്ഷൻ കറക്റ്റ് ആയിരുന്നു. പിന്നെ മഞ്ജുപിള്ള പ്രകോപിതയാകരുത്, നിയമം കയ്യിലെടുക്കരുത്. അല്ല ആയാലും അപ്പൊ അടുത്ത നമ്മൾ എന്തായാലും അടുത്ത ചേച്ചി ചെയ്യണം, നല്ല രീതിയിലൊക്കെ ചെയ്യണല്ലേ. അപ്പൊ അതുകൊണ്ട് ഇത് ചെയ്തത് കറക്റ്റ് ആയിരുന്നു ഞാൻ പറഞ്ഞു. മഞ്ജു ചേച്ചിന്റെ ഇടയ്ക്ക് പറയും, എടി ഞാൻ ദാനം തന്ന ജീവിതമാണ് ഇതിന്റെ ആ ഒരു സ്നേഹം. അങ്ങനെ പറയൂ മഞ്ജുപിള്ളേ. ഇതെന്താ രാജകൊട്ടാരത്തിൽ ഈച്ചയോ അല്ലേ? ഞാനും ചേച്ചി അത്ര കൂട്ടാ. അപ്പത്തേക്കിന് ചേച്ചിക്ക് അതൊന്നും അംഗീകരിച്ചു കൊടുക്കരുത്. കാര്യം നമ്മളെന്ന് വെച്ചാലേ നമ്മള് വേർത്തൊലിച്ച് അത് ഒപ്പി മാറ്റിയിട്ട് അഭിനയിച്ചതാ. പിന്നെ ഇതൊക്കെ വെറുതെ അങ്ങനെ പറയുമ്പോ നമ്മൾ വിട്ടുകൊടുക്കരുത്. അല്ല ചിലപ്പോ ഇപ്പൊ നിന്നോട് തമാശക്കായിട്ട് പറയും, വേറെ പുറത്തെ ആൾക്കാരോട്. മാത്രമല്ല ഇപ്പോഴത്തെ ഈ സോഷ്യൽ മീഡിയ കുട്ടിയുടെ കൈലങ്ങളും കിട്ടിയാലേ വീണയ്ക്ക് കിട്ടിയ ഒരു ദാനം. അല്ല ഞാനും എഴുതി കളയും. അല്ല ഞാനും കേട്ടോ അഭിനയ ജീവിതം മൊത്തം തകർത്ത് കളയും. അതിനൊന്നും കുഴപ്പമില്ല. ഇല്ല നീ ഉദ്ദേശിക്കുന്ന പോലെ അല്ല. അത് ഞാൻ പാഷാണെന്ന് വിളിക്കുന്നത് മനസ്സിലായി. നിങ്ങളിപ്പോ സ്നേഹിച്ച് നടക്കുമല്ലേ? മഞ്ജുപിള്ളയായിട്ട് ലോകിയല്ലേ? അതിന് എത്ര ആളും കഴിഞ്ഞാലും അവരോട് നിങ്ങളൊക്കെ കേട്ടിട്ടില്ല പറഞ്ഞത്? ഇല്ല ചുമ്മാ. വേണമെങ്കിലും ഒന്ന് മത്സരിച്ചോ. ഇന്നേക്ക് 3 വർഷത്തിനകം ഇത് ഒലച്ച കൈ തരും ഷാജി. പൊട്ടിച്ചോ? ഒരു ആർട്ടിസ്റ്റുമായിട്ട് ഞാൻ ഭയങ്കര സൗഹൃദമായിരുന്നു. കൂട്ടായിരുന്നു. പെണ്ണോ? പെണ്ണ്. ഓക്കെ, കുഴപ്പമില്ല. അണ്ടർസ്റ്റാൻഡ്. ഞാൻ പറഞ്ഞ് ഇത്ര ദിവസത്തിനുള്ളിൽ നിങ്ങൾ രണ്ടുപേരും പൊട്ടിച്ചിരിക്കും. ഞാനായിട്ടൊന്നും ചെയ്യണ്ട. ഒന്നായ നിന്നയിക നീ എന്നെ വിളിച്ച് പറഞ്ഞോളൂ. ഇപ്പൊ 2 പാത്രമായി. അത് എങ്ങനെ ഷാജി? അതിന്റെ തന്ത്രം എങ്ങനെ ഷാജി? എനിക്കൊന്ന് പൊട്ടിക്കാനുണ്ട്. എന്റെ നാവ് പറഞ്ഞ എന്റെ ഒരു കൂട്ടുകാരൻ ഇതുപോലെ കല്യാണം പെണ്ണ് കാണാൻ പോയിട്ട് വന്നിട്ട് അവൻ പെണ്ണിന്റെ ഫോട്ടോ ഉണ്ടെന്ന് എന്നെ കാണിച്ചു. അടിപൊളി പെങ്കൊച്ച്, അടിപൊളി. ഇത് ഞാൻ വേറെ മാറി ഇത് തന്നെ കെട്ടുള്ളൂ. ഞാൻ ഉറപ്പിച്ചു സാജു വേറെ ഇല്ലാന്ന് പറഞ്ഞു. ഞാൻ കുറച്ചേരം പിന്നെ നോക്കിയിട്ട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഒന്ന് വെയിറ്റ് ചെയ്യും, എടുത്ത് ചാടണ്ടെന്ന് പറഞ്ഞു. 10 മിനിറ്റ് പെണ്ണിന്റെ അമ്മ വിളിച്ചേക്കണേ, ഞങ്ങൾക്കൊന്ന് ആലോചിക്കാനുണ്ടെന്നു. ആ കല്യാണം അപ്പൊ പോയി. വീണക്ക് തന്നെ അനുഭവം ഞാൻ പറഞ്ഞുതരാം. ഞാൻ ആദ്യമായിട്ട് വീണേനെ പ്രോഗ്രാമിന് വിളിക്കുന്ന ദിവസം ദുബായിൽ പ്രോഗ്രാം സുരാജേട്ടന്റെ സ്കിറ്റ്, എന്റെ സ്കിറ്റ്. വീണ ഇത് രണ്ടിലുണ്ട്. ഇപ്പൊ അവിടെ കമ്മിറ്റിക്കാർ പറഞ്ഞു പാഷാണം ഷാജിയുടെ സ്കിറ്റ് ആദ്യം കയറാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ഇവളോട് പറഞ്ഞു, നീ വന്ന് ഞങ്ങളുടെ സ്കിറ്റ് കയറാൻ പറഞ്ഞു. ഇല്ല ഞാൻ ആദ്യം സ്റ്റാറിന്റെ കൂടെ ചെയ്യുള്ളൂ, സുരാജിന്റെ കൂടെ അപ്പൊ അങ്ങനെ സുരാജ് വെഞ്ഞാറമൂടെന്ന് പറയുമ്പോ പിന്നെ നിങ്ങൾ അതുവഴി പോകും. എന്നാ കുഴപ്പമില്ല, അവര് കയറട്ടെ, സുരാജിന്റെ കൂടെ കയറിയിട്ട് വരട്ടെ, എന്നിട്ട് നമുക്ക് 2 വിളിക്കാം. നമ്മൾ പക്ഷേ ഭാഷയാണെന്ന് അറിയില്ല. ഞാൻ ഫ്രണ്ടിൽ തന്നെ ഇരിക്കുക. സ്കിറ്റ് നല്ല രീതിയിൽ പോണ്, സുരാജിന്റെ വന്ന് തകർക്കണ്. വീണയുടെ എൻട്രി ചെയ്യുമ്പോ CD സ്കിപ്പാവും, നിന്ന് പോകും. മനസ്സിലാഗ്രഹിച്ചു. അല്ല ഞാനൊന്നും പറഞ്ഞില്ല, CD നിന്ന് പോയി. നിന്നു പരിപാടി നിർത്തിട്ട് വീണ്ടും വീണയുടെ എൻട്രി വീണ സ്റ്റേജിലേക്ക് കാല് വെക്കുമ്പോ അവസാനം ആ സ്കിറ്റ് കളിക്കാതെ മാറ്റി വെച്ചിട്ട് എന്റെ സ്കിറ്റിൽ നാണയില്ലാതെ വന്ന് കളിച്ച ആളത്.